അനിയ ജമനി, ചേട്ടാ, ആ ദേവിയുടെ കല്യാണ കുറിങ്ങിതാ. ലാവണ്യക്ക് കുറി കൊടുക്കുന്ന ആ സമയത്ത് ദേവി എവിടെയാണെന്ന് അന്വേഷിച്ച് അവളുടെ വീട് കണ്ടുപിടിച്ച് ഈ കുറി ഞാൻ കൊണ്ടു കൊടുത്തോളാം. താടാ. വേണ്ട ചേട്ടാ. ഡാ, ചേട്ടന് ബുദ്ധിമുട്ടാവുന്ന നീ ഒരിക്കലും വിചാരിക്കണ്ട. ഇങ്ങോട്ട് താടാ, നിനക്ക് വേണ്ടി ചേട്ടൻ ചെയ്യാതിരിക്കൂ. കരയാതടാ. എന്തിനാടാ കരയുന്നേ? കടം കൊടുക്കാനുള്ള ആൾക്കാരെ കാണുമ്പോൾ പേടിച്ച് കുറുക്കു വഴി കൂടെ ഓടുമ്പോഴും ഈ ചേട്ടൻ കരഞ്ഞിട്ടില്ലടാ. എന്നെ കരയിക്കില്ലടാ. ഹലോ, സംസാരിക്കുന്നത് കണ്ടില്ലേ? ഒന്ന് വെയിറ്റ് ചെയ്യ. വണ്ടി എടുക്കാൻ പോകുന്നടാ, അതിങ്ങ് താടാ. വേണ്ട ഏട്ടാ. എന്താടാ? ഞാൻ കണ്ടു ഏട്ടാ. എന്തോന്ന് കണ്ടെന്ന്? ദേവിയെ കണ്ടു ഏട്ടാ. ദേവിയെ നീ കണ്ടെന്നോ? എവിടെയാടാ? എവിടെയാടാ നീ കണ്ടേ? എവിടെയാടാ നീ കണ്ടേ? എവിടെയാടാ? ഏയ്, പറഞ്ഞോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് കൂണ് കൂണാന്ന് അടിച്ചോണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഫ്രണ്ടിൽ ഒരു പെണ്ണ് നിൽക്കുവാ. സ്നേഹിച്ചയാള് എവിടെ മുന്നില്? 6-7 വർഷമായിട്ട് ഇതിലെ ആ താലിയും കൊണ്ട് നടക്കുവാ പെണ്ണ്. പാവം പ്രാന്തിയെ പോലെ ചുറ്റിക്കറങ്ങി നടക്കുവാ. നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ. നീ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം നിന്റെ കൺമുന്നിൽ വന്ന് നിന്ന് കരയുന്നത് നീ കണ്ടില്ലേ? ഈ കോവിൽ വെച്ച് പറയാ, എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ തന്നെ ഈ താലി നിന്റെ കഴുത്തിൽ കെട്ടും. കെട്ടടാ നിന്റെ ദേവിയുടെ കഴുത്തിൽ പരിശുദ്ധമായി താലി. ഇവളെന്റെ ദേവി അല്ലേ? എനിക്ക്